പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം 3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ആലയമായ അമ്മയാണ്. എന്നുവെച്ചാൽ നിന്റെ ശരീരം ദേവാലയമാണ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം ആദ്യമായി അന്വർത്ഥമാകുന്നത് അവളിലാണ്. ഈശോയെ സ്വീകരിച്ച പരിശുദ്ധ അമ്മ, അവന് ജന്മം നൽകിയ പരിശുദ്ധ അമ്മ, ഞാനും നീയും ദൈവത്തിൻ്റെ ആലയമാണെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ തിരുനാൾ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. എത്രത്തോളം പരിശുദ്ധിയോടെ ആ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം പരിശുദ്ധിയോടെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം. രണ്ടാമതായി, പരിശുദ്ധ അമ്മ എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിന്നവളാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിന്ന പരിശുദ്ധ അമ്മയെ എലിസബത്ത് കാണുമ്പോൾ അവളുടെ ഉദരത്തിലെ കുഞ്ഞ് കുതിച്ചു ചാടുവാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് തിരിച്ചറിയാവുന്ന വിധത്തിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ, ദൈവത്തിൽ അനുദിനം നമ്മൾ വളരുന്നവരാകണം. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതൊരു ദൈവത്തിൻ്റെ മകനാ, ദൈവത്തിൻ്റെ മകളാ. അതുപോലെ തന്നെ അടുത്തു നിൽക്കുന്നവരും പരിശുദ്ധാത്മാവിനാൽ നിറയും. മൂന്നാമതായി, ഏറ്റവും പ്രധാനപ്പെട്ടത്, പരിശുദ്ധ അമ്മ ഒരു പാപക്കറ പോലും ഇല്ലാതിരുന്ന വ്യക്തിയാണ്. എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച വ്യക്തിയാണ്. കർത്താവിൻ്റെ വലിയ കരുണ കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, കൃപ കൊണ്ട് എല്ലാ പാപങ്ങളെയും, പാപ സാഹചര്യങ്ങളെയും, പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ നമുക്കും കഴിയും എന്ന് മറക്കരുത്. പരിശുദ്ധ അമ്മ പാപക്കറയില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക്, സ്വർഗത്തിലേക്ക് തൻ്റെ അമ്മയെ, ഒരു മകൻ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? അമ്മ എപ്പോഴും അടുത്തുണ്ടാകണമെന്നല്ലേ? തൻ്റെ അമ്മയെ അടുത്തേക്ക് ഈശോ കൊണ്ടുപോയ ഈ ദിവസം എല്ലാവിധമായ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ നിയോഗങ്ങളോടൊപ്പവും